ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും അവരുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികളിലും കർത്താവ് കൂടെ ഉണ്ടാവുമെന്നുള്ളത് ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ലോകത്തിൽ ആർക്കും പാലിക്കാൻ കഴിയാത്ത ഉറപ്പ്. അതേക്കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല. തുടർന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കട്ടെ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്ന് തലക്കെട്ട് എഴുതിയിരിക്കുമ്പോൾ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഒന്ന് വ്യക്തമാക്കിയാൽ യോഹന്നാൻ ഉണ്ടായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. മറ നീക്കുക എന്ന അർത്ഥം വരുന്ന അപ്പക്കാലുപ്സിസ് എന്നാണ് ഇതിൻ്റെ മൂലപദം. അനാച്ഛാദനം ചെയ്യുക എന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നതുപോലെ ഇതും ചില കാര്യങ്ങൾ നമുക്ക് അനാച്ഛാദനം ചെയ്തു തരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. ഇന്നലകളിൽ നടന്നതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നാളെ നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. AD 94-നും 96-നും ഇടയിൽ പത്മോസ് എന്ന ദ്വീപിൽ വെച്ചാണ് യോഹന്നാൻ അപ്പസ്തോലൻ ഈ ഗ്രന്ഥം എഴുതിയത്. അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഏക വ്യക്തിയും യോഹന്നാൻ അപ്പസ്തോലൻ മാത്രമായിരുന്നു. പത്മോസിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് നാട് കടത്തപ്പെടുന്ന ആളുകളെ കൊണ്ടുവന്നാക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ എത്തപ്പെടുന്ന ആളുകൾ എത്ര ധൈര്യശാലിയാണെങ്കിലും എത്ര വലിയ ഭീകരനാണെങ്കിലും തീർച്ചയായും അധികകാലം ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല. കൊടിയ പീഡനങ്ങളെ അതിജീവിച്ചും കൊണ്ട് അത്ഭുതപ്പെടുത്തിയ അപ്പസ്തലനായ യോഹന്നാൻ ഏതെങ്കിലും നിലയിൽ ഇല്ലാതെയാകണമെന്ന ഒറ്റ ആഗ്രഹത്തോടെയാണ് ഈ ദ്വീപിലേക്ക് നാട് കടത്തിയത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവശേഷിച്ച 11 ശിഷ്യന്മാരെ മഹാദൗത്യം നൽകി പറഞ്ഞയക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു. അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഒരു മഹാദൗത്യമേൽപ്പിച്ച് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് സ്വന്തമായി ഒരു കഴുത പോലും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ യാത്രയ്ക്ക് വാഹനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൃഗമായിരുന്നല്ലോ കഴുത. എന്നാൽ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ സഭയിലെ വിശ്വാസി മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇന്ന് സഭയ്ക്ക് സമൃദ്ധിയുണ്ട്, നന്മകളുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. ഭൗതിക നേട്ടങ്ങളിലാണ് പലരും ആശ്രയിക്കുന്നത്. ഇതാണ് അവസാനമെന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് അവർക്ക് സ്വന്തമായി ഒന്നുമില്ലായിരുന്നെങ്കിലും കർത്താവ് അവരുടെ കൂടെ ഉണ്ട് എന്ന ഉറപ്പ് എല്ലാ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ അവരെ ശക്തീകരിച്ചു. ജീവിതത്തിലെ ഏത് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലും ഭയപ്പെടരുത്. കർത്താവ് വാക്ക് പറഞ്ഞതുപോലെ നിങ്ങളോട് കൂടെ ഉണ്ടാവും, നമ്മളോട് കൂടെ ഉണ്ടാവും. ഇവിടെ നോക്കൂ, ഒറ്റപ്പെട്ട തൻ്റെ ജീവിതാനുഭവം തന്നെ തകർത്ത് കളയുമെന്ന് വിചാരിച്ച് അവിടേക്ക് നാട് കടത്തിയ അധികാരികൾ വിചാരിച്ച് കാണും അവൻ തീർന്നു കാണുമെന്ന്. നമ്മൾ വായിച്ച ഈ കുറിവാക്യമുണ്ടല്ലോ, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വേറൊരാളെ കുറിച്ച് പറയുന്നതല്ല, താൻ സ്വയം അനുഭവിച്ച ആത്മശക്തി, ആത്മസാന്നിധ്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നോക്കൂ, തന്നെ നാട് കടത്തിയപ്പോൾ അധികാരികൾ വിചാരിച്ചത് ഈ പത്മോസിൽ ഇവൻ തകർന്നു പോകുമെന്ന. എന്നാൽ ഓർത്തോ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവിടെയും തന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മളോട് ഓരോരുത്തരോടും നൽകുന്ന ഒരു ഉറപ്പാണ്. ഏത് ജീവിത സാഹചര്യം ഉണ്ടായാലും ഭയപ്പെടരുത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടാവും, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നാം പ്രാപിച്ചുകൊള്ളണം. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചല്ലല്ലോ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ പ്രിയരെ, കർത്താവ് കൂടെയുണ്ട് എന്ന ഉറപ്പ് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും
അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏതു സാഹചര്യത്തിലും അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പിനായിട്ട് സ്തോത്രം. അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.